ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ചിലപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ഒരു ചോദ്യം കടന്നു വരാറില്ലേ? എന്തുകൊണ്ടെല്ലാം അറിഞ്ഞിരുന്ന ഈശോ യൂദാസിനെ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് ചേർത്തു എന്ന്? ഈശോ യൂദാസിന്റെ ഓരോ മനോഭാവങ്ങളും അനുനിമിഷം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. എന്നാൽ യൂദാസിനെ പൂർണ്ണമായി മനസ്സിലാക്കിയ ഈശോയുടെ ശിഷ്യഗണത്തിലേക്ക് അവനെയും കൂട്ടിച്ചേർക്കുകയായിരുന്നു. യേശുവും മറ്റ് ശിഷ്യന്മാരും പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ യൂദാസിന് അതൊക്കെയും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അവൻ ആരും കാണാതെ ആഹാരം ഒളിപ്പിച്ചു വെക്കുകയും അത് ഭക്ഷിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ യേശുവും മറ്റു ശിഷ്യന്മാരും ആരും അറിയാതെ മറ്റുള്ളവരിൽ നിന്ന് പണപ്പിരിവ് നടത്തുകയും അവൻ്റെ ഒരു ഹോബി തന്നെ ആയിരുന്നു. അതൊക്കെയും മറച്ചു വെക്കുവാന് പ്രത്യേക ഒരു കഴിവ് തന്നെ യൂദാസിനുണ്ടായിരുന്നു. ഇതൊക്കെ അറിയുന്ന മറ്റു ശിഷ്യന്മാർ യേശുവിനോട് ഇതൊക്കെ പറയുവാനായിട്ട് നിർബന്ധിതരാകുമായിരുന്നു. എന്നാൽ ഈശോ അവരോടെല്ലാം പറഞ്ഞത് അവൻ്റെ ബലഹീനത നിങ്ങളുടെ ബലഹീനതയായി മാറരുതെന്നായിരുന്നു. അവൻ്റെ ഉള്ളിലും ചില നന്മകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ അഹന്ത നിമിത്തം അത് പുറത്തു വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കൽ യേശുവും ശിഷ്യന്മാരും ജെറുസലേമിലേക്ക് പോകുമ്പോൾ അവരോടൊപ്പം ഒരു രാത്രി കഴിച്ചു കൂട്ടുവാനായി ഒരു കുടുംബം കടന്നു വന്നു. അതിൽ ഒരു സ്ത്രീ, വളരെ പ്രായമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അവർ വളരെ ധാർഷ്ട്യക്കാരിയായിരുന്നു. മറ്റുള്ള ശിഷ്യന്മാർക്കെല്ലാം അവരോട് ഒരല്പം ദേഷ്യം തോന്നി. എന്നാൽ യൂദാസ് ആകട്ടെ തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ഭക്ഷണം അവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ ഒട്ടും മടി കാണിച്ചില്ല. അതുപോലെ തനിക്കായി തിരഞ്ഞെടുത്ത് വെച്ചിരുന്ന ആ കിടക്ക അവർക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. പരിശുദ്ധ അമ്മയോടും അവന് വളരെയധികം സ്നേഹമായിരുന്നു. ഈശോയുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ യൂദാസ് വളരെയധികം സന്തോഷിച്ചിരുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ ഒരു നന്മയുണ്ടായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. എന്നാൽ ഈശോ ഓരോ പാപിക്കും അനുദപിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് യൂദാസിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുക. യൂദാസിനെ കൂട്ടത്തിൽ ചേർത്തപ്പോൾ ഈശോ വിചാരിച്ചിട്ടുണ്ടാകണം ഏതെങ്കിലും ഒരു സമയം അവനൊന്ന് അനുതാപത്തോടെ തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന്. പാപിയായ എന്നെയും നോക്കി അവൻ അനുതാപത്തോടെ ഒന്ന് തിരിച്ചെത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കും നമ്മുടെ അനുതാപം വഴിയായിട്ട് ഈശോയിലേക്ക് കടന്നു ചെല്ലാം. ആമേൻ.